അൻസാർ രാജ് ഇപ്പോൾ സ്പോർട്സ് ലേഖകൻ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ അൻസാർ, ഇനി ഒരു മത്സരം മാത്രമാണ് ശേഷിക്കുന്നത്. സ്വർണ്ണ നേട്ടത്തിലേക്ക് മെഡൽ ഉറപ്പിച്ചു കഴിഞ്ഞ താരം ആണ്. എങ്കിലും ഇതുവരെയുള്ള ഈ പ്രകടനം, പ്രത്യേകിച്ച് കരുത്തരെ മാത്രം നേരിട്ടുകൊണ്ടാണ് ഈ അവസാന പോരാട്ടത്തിലേക്ക് ഫോഗട്ട് എത്തുന്നത്. അതിന്റെ ആ ഒരു മികവിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടി വരുന്നത്? തീർച്ചയായും. ഹലോ, പറഞ്ഞോളൂ അൻസാർ, പറഞ്ഞോളൂ. തീർച്ചയായും വിനേഷിന്റെ പ്രകടനം എന്ന് പറയുന്നത് കളിക്കളത്തിൽ മാത്രമല്ല, കളിക്കളത്തിന് പുറത്തുള്ള നിരവധി വെല്ലുവിളികളെ നേരിട്ട് അതിനോട് മനക്കരുത്ത് കൊണ്ട് അതിനെ അതിജീവിച്ചാണ് വിനേഷ് ഫോഗാട്ട് എന്ന് പറയുന്ന കായിക താരം ഒളിമ്പിക്സിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. നമുക്കറിയാം, കുറച്ചു നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു രാഷ്ട്രീയ പ്രക്ഷോഭത്തിൽ ഗുസ്തിക്കാർക്ക് വേണ്ടി, വനിതാ ഗുസ്തി താരങ്ങൾക്ക് വേണ്ടി ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ ശക്തമായി സമരം ചെയ്തുകൊണ്ട് ഡൽഹിയിലെ തെരുവീതികളിൽ പോലീസിന്റെ കിരാത മർദ്ദനത്തിന് ഇരയായി സമരം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിരുന്ന ഒരു കായിക താരത്തിന്റെ പേരാണ് വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത്. അതേ വിനേഷ് ഫോഗാട്ട് ഈ ഒളിമ്പിക്സിൽ അദ്ദേഹം 2 ഒളിമ്പിക്സുകളിൽ അദ്ദേഹം മത്സരിച്ചിരുന്നതിന് മുമ്പ്. പക്ഷെ അവർക്ക് അന്ന് 2 ഒളിമ്പിക്സുകളിലും അവരുടെ പെർഫോമൻസിന്, അവരുടെ നിലവാരത്തിനനുസരിച്ചുള്ള പ്രകടനം പുറത്തെടുക്കാൻ കഴിയാതെ ഒരു തവണ പരിക്ക് പറ്റി കണ്ണീരോടെ ഇറങ്ങേണ്ടി വന്നു, മറ്റൊരു തവണ ആദ്യത്തെ റൗണ്ടിൽ തന്നെ പുറത്തു പോകേണ്ടി വന്നു. അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇത്തവണ അദ്ദേഹം തന്റെ ഈ ആദ്യ 2 ഒളിമ്പിക്സുകളിലും മത്സരിച്ചത് 53 കിലോഗ്രാം വിഭാഗത്തിലാണ്. 53 കിലോഗ്രാം വിഭാഗത്തിൽ ഇത്തവണ ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ എൻട്രി നേടിയെടുത്തത് അന്തിം പങ്കൽ എന്ന് പറയുന്ന ജൂനിയറായ ഒരു ഗുസ്തി താരമാണ്. അപ്പോൾ സീനിയറായ തനിക്ക് ഇനി മത്സരിക്കണമെങ്കിൽ ഒന്നുകിൽ ഭാരം കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം എന്നുള്ള ഒരു വലിയ വെല്ലുവിളി നേരിടേണ്ട ഒരു സമയത്ത് വിനേഷ് ഫോഗാട്ട് തീരുമാനിക്കുകയാണ്, ഞാൻ 3 കിലോ കുറച്ച് 50 കിലോയിലേക്ക് മാറി 50 കിലോ ഭാരമുള്ളവരുടെ വെയിറ്റ് കാറ്റഗറിയിൽ മത്സരിക്കാം എന്ന് വിനേഷ് ഫോഗാട്ട് തീരുമാനം എടുക്കുന്നിടത്താണ് ഈ ഒളിമ്പിക്സിനെ സംബന്ധിച്ചിടത്തോളമുള്ള അവരുടെ ആദ്യത്തെ ഏറ്റവും വലിയ വെല്ലുവിളി വരുന്നത്. നമുക്കറിയാം, ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വെയിറ്റ് കാറ്റഗറി മാറുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് പറ്റുന്നത് പോലെയല്ല. കാരണം അവര് ആ 50 കിലോ എന്ന് പറയുന്ന വെയിറ്റ് മത്സരത്തിന് തൊട്ട് മുമ്പ് വരെ ഭാരം തൂക്കി നോക്കിയിട്ടാണ് ഇവരെ മത്സരിപ്പിക്കാൻ ഇറക്കുന്നത്. ആ സമയം വരെ അവർ നിലനിർത്തണം. അതിന് ഭക്ഷണത്തിൽ, അതുപോലെ ട്രെയിനിങ്ങിൽ ഒക്കെ വളരെയധികം കരുതലോടെ നിന്നേ പറ്റൂ. അങ്ങനെ തന്റെ ശരീരത്തിന് അനുയോജ്യമായ ഭാരം എന്ന് പറയുന്ന ഭാരവിഭാഗത്തിൽ നിന്ന് മാറി മറ്റൊരു ഭാരവിഭാഗത്തിൽ തന്നെ മത്സരിച്ച് എനിക്ക് ഒളിമ്പിക്സിൽ മത്സരിക്കണം എന്നുള്ള അദമ്യമായ ആഗ്രഹവും തനിക്ക് 2 വട്ടം കൈമോശം വന്നു പോയിട്ടുള്ള ആ ഒളിമ്പിക്സിലെ ആ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് അവർ കാണിച്ച ആ ഒരു ആത്മാർത്ഥതയും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾക്കുമുള്ള ആദ്യ വിലയാണ് ഇന്നലത്തെ ആദ്യ മത്സരത്തിൽ നമ്മൾ കണ്ടത്. ഇന്നലത്തെ ആദ്യ മത്സരത്തിൽ എതിരാളിയായി മത്സരിച്ച ആൾ ജപ്പാന്റെ സിസൂക്കി എന്ന് പറയുന്ന കായിക താരം അന്താരാഷ്ട്ര തലത്തിൽ 83 തവണയാണ് മാറ്റിലിറങ്ങിയിട്ടുള്ളത്. ആ 83 തവണ മാറ്റിലിറങ്ങിയ അവർ ചരിത്രത്തിൽ ആദ്യമായി ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങിയത് നമ്മുടെ പെൺകുട്ടിയോടാണ്, വിനേഷ് ഫോഗട്ടിനോടാണ്. അതെ, ആ ഒരു ലോക ചാമ്പ്യൻ, 4 തവണ ലോക ചാമ്പ്യനായ ആൾ, 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയ ആൾ, കളിച്ചിടത്തൊന്നും തോക്കാത്ത ഒരാളെ തോറ്റ ചരിത്രം കേൾപ്പിച്ച വിനേഷ് ഫോഗാട്ടിന്റെ ആദ്യത്തെ ആ ഒരൊറ്റ മാച്ച് മതിയായിരുന്നു അവർക്ക് ഇന്നലെ ഫൈനൽ വരെ എത്താൻ. ഇന്ന് ഫൈനലിൽ വിജയിക്കാനും അവരുടെ ആ ഒരു ആത്മവിശ്വാസം, ആ ഒരു കരുത്ത്, പോരാളിയാണ് വിനേഷ്. ഓരോ പോരാട്ടവും അവർക്ക് ഊർജം പകരുന്നുണ്ട്. അവർക്കെതിരെ ഈ നാട്ടിലെ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും രാഷ്ട്രീയപരമായിട്ടുള്ള പല വിമർശനങ്ങളും ഉയർന്നപ്പോഴും അവരുടെ മേഖലയിൽ നിന്ന് അവർ മാറിയില്ല. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രക്ഷോഭത്തിൽ വന്ന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിമർശിച്ചാൽ രാജ്യദ്രോഹി എന്ന് വരെ വിനേഷിനെ വിശേഷിപ്പിച്ചവരുണ്ട് സോഷ്യൽ മീഡിയയിൽ. പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അവരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ആ രാജ്യദ്രോഹി എന്ന് വിളിച്ചിരുന്ന ആ ഒരു വിനേഷ് ഫോഗട്ടാണ് ഇന്ന് രാജ്യത്തിന്റെ അഭിമാനമായിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക്. ശ്രീ അൻസാർ, അതായത് എതിരാളികളുടെ വായടപ്പിച്ചുകൊണ്ടാണ് ഈ കളിക്കളത്തിൽ അല്ലെങ്കിൽ ഗോദയിൽ അവർ പ്രകടനം കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഈ സുവർണ നേട്ടത്തിലേക്കുള്ള ഒരു പോരാട്ടം, ഈ ഫൈനൽ പോരാട്ടം, അന്തിമ മത്സരം, അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് വിനേഷിനെ സംബന്ധിച്ചിടത്തോളം? അതിൽ എത്രത്തോളം വിജയ സാധ്യത താങ്കൾ കാണുന്നുണ്ട്? തീർച്ചയായും ഇന്നലത്തെ ആദ്യത്തെ പോരാട്ടവും അവരുടെ സെമി ഫൈനലിലെ പോരാട്ടവും നമ്മൾ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ ഒരു 4 മണിക്കൂർ വ്യത്യാസത്തിന്റെ ഇടയിൽ 3 തവണ റിങ്ങിൽ ഇറങ്ങി വിനേഷ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവസാന മത്സരത്തിൽ അവർ അല്പം ശ്രദ്ധ കൂടുതലാണ് കളിച്ചത്. കാരണം ആൾ ഔട്ട് ആക്രമണത്തിലേക്ക് പോകാതെ കൃത്യമായ അവസരം നോക്കി നിന്നാണ് അവർ കളിച്ചത്. കാരണം അവരുടെ ആ ഒരു 3ാമത്തെ മത്സരം, ഒരു ദിവസത്തെ 3ാമത്തെ മത്സരം എന്ന് പറയുന്നത് ഏതൊരു അത്ലറ്റിനെ സംബന്ധിച്ചും, പ്രത്യേകിച്ച് ഗുസ്തി താരങ്ങൾക്ക്, നമുക്ക് തോന്നുന്നു 6 മിനിറ്റ്
മാത്രം ബൗട്ട് ചെയ്താൽ മതി, 6 മിനിറ്റ് മാത്രം എതിരാളിയുമായിട്ട് മത്സരം നടത്തിയാൽ മതിയല്ലോ, ചെറിയ സമയത്തിലേക്കുള്ള കാലയളവല്ലേ, ആ ഒരു മത്സരമല്ലേ എന്ന് തോന്നും. പക്ഷേ ആ ഒരു 6 മിനിറ്റിലെ ഓരോ സെക്കൻഡും നിർണായകമായിരുന്നു. ആ നിർണായകമായ സെക്കൻഡുകളിൽ വളരെയധികം അദ്ദേഹം തന്റെ ഫിറ്റ്നസ് കാത്തു സൂക്ഷിച്ചു. ഏറ്റവും വലിയ പ്രശ്നം വിനേഷിനെ സംബന്ധിച്ചിടത്തോളം പരിക്ക് എന്ന് പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിലും പരിക്ക് പിടികൂടാവുന്ന ഒരു കായിക താരമാണ്. കാരണം അവരുടെ ശാരീരികമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ കിലോയിൽ നിന്നുള്ള ആ ഒരു ഭാരവിഭാഗത്തിൽ നിന്നുള്ള മാറ്റം അവരെ പല രീതിയിൽ പരിക്കുകൾക്കുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. സ്ഥിരം മത്സരിച്ചുകൊണ്ടിരുന്ന ഒരു ഭാരവിഭാഗത്തിൽ നിന്ന് മറ്റൊരു വിഭാഗത്തിലേക്ക് വരുമ്പോൾ അവരുടെ പരിക്കിന്റെ ഇഞ്ചുറിക്കുള്ള സാധ്യത കൂടുന്നുണ്ട്. ആ ഒരു റിസ്ക് ഫാക്ടർ കൂടി കണക്കിലെടുത്തിട്ടാണ് അവർ ഇന്നലത്തെ അവസാനത്തെ മത്സരത്തിൽ വളരെ കരുതലോടെ കളിച്ചത്. ആ ഒരൊറ്റ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ന് നിസ്സംശയം പറയാം, ഇന്നലത്തെ 3ാമത്തെ മത്സരത്തിൽ അവർ കാഴ്ചവെച്ച അതേ പ്രകടനം കാഴ്ചവെച്ചാൽ പോലും അവർക്ക് ഇന്ന് സ്വർണ്ണ മെഡൽ നേടുവാൻ കഴിയും. കാരണം സാറാ ഹാൻ മികച്ച കളിക്കാരിയാണ്, മികച്ച ട്രാക്ക് റെക്കോർഡ് അവർക്കുമുണ്ട്. പക്ഷേ ഇന്നലത്തെ നമ്മുടെ ആദ്യത്തെ മത്സരം എക്സെപ്ഷണൽ ആയിരുന്നു. അത് ഒരു ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഒരു കളിക്കാരനെ പുറത്തെടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു. പക്ഷേ അതിലൊക്കെ ഉപരിയായി ഇന്നലത്തെ 3ാമത്തെ സെമി ഫൈനലിൽ അവർ കാഴ്ചവെച്ച പക്വതയാർന്ന പ്രകടനം, അത് മാത്രം മതിയാകും. അത് കാഴ്ചവെച്ചാൽ മാത്രം മതിയാകും അവർക്ക് ഇന്ന് ഫൈനലിൽ സ്വർണ്ണം നേടാൻ. പക്ഷെ ഫൈനലിലേക്ക് വരുമ്പോൾ ഒരു ദിവസത്തെ ഇടവേളയുണ്ട്, വിശ്രമമുണ്ട്. ശരിക്കും ആ ഒരു ഇന്നലത്തെ 3 ബൗട്ടുകളുടെ ക്ഷീണം മറക്കാനുള്ള റിക്കവറി ടൈം കിട്ടുന്നുണ്ട്. ഇത് മാനസികമായിട്ട് വിനേഷ് ഫോഗാട്ടിന്, ശാരീരികമായിട്ട് വിനേഷ് ഫോഗാട്ടിന് നൽകുന്ന ആത്മവിശ്വാസത്തിനൊപ്പം മാനസികമായി ഈ 3 വിജയങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം അത് വളരെ വലുതാണ്. കാരണം വിനേഷ് ഫോഗാട്ട് ഒരിക്കൽ കൂടി തലകുനിച്ച് ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നെങ്കിൽ വിനേഷ് ഫോഗാട്ടിനെ സംബന്ധിച്ചിടത്തോളം കായിക ജീവിതം പിന്നീട് ബാക്കിയില്ല. മറിച്ച് ഇനി എക്കാലത്തും ഇന്ത്യ ഓർമ്മിക്കത്തക്ക രീതിയിലേക്ക് മുന്നോട്ട് മാറും. വിനേഷിന്റെ സമരത്തെ കളിയാക്കിയ PT ഉഷയെ പോലുള്ളവരുടെ മുമ്പിലേക്ക് ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു ഒളിമ്പിക്സ് വനിതാ ഗുസ്തിയിൽ നിന്ന് ഒരു ഒളിമ്പിക്സ് അവരുടെ മുന്നിലൂടെ കൊണ്ടുവരാൻ കഴിയുക എന്ന് പറയുന്നത് വിനേഷ് ഒരു പോരാളിയാണ്, ഒരു തേരാളിയാണ്, ഒരു തീയാണ് വിനേഷ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് ഇന്നലെ കാഴ്ചവെച്ചത്. അത് ഇന്ന് ആവർത്തിച്ചാൽ മാത്രം മതിയാകും വിനേഷിന് സ്വർണ്ണമണിയാൻ. തീർച്ചയായും അതാണ്, കളിക്കളത്തിന് പുറത്ത് വിനേഷ് ഫോഗട്ട് കിരീടം ചൂടിക്കഴിഞ്ഞു, അവർ നേട്ടം കൊയ്തു കഴിഞ്ഞു. വളരെ നന്ദി ശ്രീ അൻസാർ എസ് രാജ്.